ഇതൊരു പുതിയ വീഡിയോ ഒന്നുമല്ല, ഞാനൊരു 3 വർഷം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. പച്ചപ്പിനോട് കുറച്ച് ഭ്രാന്ത് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പച്ചപ്പിള്ളടും തപ്പി നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ദുബായിലെ അൽബറാറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവുമാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. എന്നാൽ പിന്നെ ഇതൊന്നുകൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇത് അൽബറാറിയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രീൻ കമ്മ്യൂണിറ്റി ആണ്. ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, വളരെ വലിയ മരങ്ങൾ. നമ്മുടെ നാട്ടിലേക്ക് ഒരു അറ്റ്മോസ്ഫിയർ ആണ്. വരുന്ന വഴിയിലൊക്കെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയ്ക്കുള്ളിലൊന്നും കയറാൻ പറ്റത്തില്ല. അതിൻ്റെ ഉള്ളിൽ വെള്ളച്ചാട്ടം, പിന്നെ കുറേ പക്ഷികൾ, മൃഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ദി ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിനകത്തേക്ക് പോവാം. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഷൂട്ടിങ്ങിന് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ മെയിനായിട്ട് ചെയ്യാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് വരാനും കാണാനും ഒക്കെ ഒന്ന് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വന്ന് ആസ്വദിക്കേണ്ട സ്ഥലമാണ്. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കിട്ടും എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. റെസ്റ്റോറന്റിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിപ്പോ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് റെസ്റ്റോറന്റിലേക്ക് പോകുന്ന വഴിയാണ്. പോകാനുള്ള വഴിയിൽ ഓരോ കാൽപാദങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആ കാൽപാദം നോക്കി അങ്ങനെ നടന്നു പോയാൽ മതി. ഇതിന് പുറത്ത് ഇങ്ങനെ കാടക്കോഴികളും കിളികളും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഒരു പേടിയുമില്ല. നമ്മളിപ്പോ അടുത്തേക്ക് ചെന്നാൽ തന്നെ ഒറ്റകളൊക്കെ അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ ഇതാണ് എൻട്രൻസ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഗ്രീൻ ആംബിയൻസ് ആണ്. റെസ്റ്റോറന്റിന്റെ ഒരു ബാക്ക് ഏരിയയിലേക്കാണ്. റിസർവ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ അവിടെ സീറ്റിംഗ് ഉണ്ട്. അവിടുന്ന് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ വെള്ളച്ചാട്ടം പോലുള്ള കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. റിസർവ് ചെയ്ത് വരുന്നതാവും നല്ലത്. അത്യാവശ്യം സീറ്റൊക്കെ റിസർവ്ഡ് ആണ്. വാക്കിനും കുഴപ്പമില്ല. ഞങ്ങൾ വാക്കിനായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് അധികം ടൈം എടുക്കാൻ പറ്റില്ല. മാക്സിമം 1 hour ഒരു ടേബിൾ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓക്കെ. സംഭവം നമ്മളവിടുത്തെ ഭക്ഷണമൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിക്കണം. പിന്നെ അവിടെ നമ്മുടെ വെസ്റ്റേൺ ടൈപ്പ് ഫുഡൊക്കെയാണ്. അപ്പോൾ കൂട്ടത്തിൽ എന്തായാലും നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാണ്ട് വരാൻ ഓപ്ഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ അവിടുന്ന് ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയാട്ടോ. ഇത് ഓട്സും കീൻവയും കൂടിയുള്ള പ്രോഡക്റ്റാണ്. മൂക്കുത്തി രണ്ട് സൈഡിൽ മൂക്കുത്തിയാണോ? രണ്ട് സൈഡിൽ ഒരു പൂ വെച്ചിട്ടുണ്ട്.
ശരിക്കും ഇവിടുത്തെ ഒരു നേച്ചർ വൈബാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനുള്ളത്. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയ പ്ലേ ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കാണാനൊക്കെ ഉള്ള ഏരിയ ഉള്ള സ്ഥലം തന്നെയായിരുന്നു. ഞങ്ങളെ പോലുള്ള പ്രകൃതി സ്നേഹികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.